ഹലോ എവരി വൺ. പൊതുവേ ഞാൻ കണ്ടുവന്നിട്ടുള്ളത് പലരും വലിയ വലിയ ഡിസിഷൻസ്, വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കും. പക്ഷേ അവർക്കൊരു സെൽഫ് കൺട്രോൾ ഇല്ലാത്തത് കാരണം ആ തീരുമാനങ്ങളൊന്നും നടപ്പിലാകാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ വിജയങ്ങൾ നേടാൻ കഴിയും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വിചാരിക്കുന്നത് പോലെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പം നമുക്ക് എങ്ങനെ സെൽഫ് കൺട്രോൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ടിപ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഈ പല ടെംപ്റ്റേഷൻസ്, ഞാൻ പലരും ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ചെറിയൊരു ടെംപ്റ്റേഷൻ പറയുന്നത് പലരിലും കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയാമെന്ന് വിചാരിച്ചത്. മധുരം കാണുമ്പോൾ മധുരം നമുക്ക് അവോയ്ഡ് ചെയ്യണമെന്ന് വളരെ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അറ്റ് ദി സെയിം ടൈം നമുക്കൊരു ടെംപ്റ്റേഷനുണ്ട്. ഈ ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് ആൻ ഇമ്പൾസ് അല്ലേ. ബട്ട് അറ്റ് ദി സെയിം ടൈം നമ്മൾ ചെയ്യുക ആ ഒരു ആക്ഷൻ, നമ്മളത് അറിയാതെ ടെംപ്റ്റേഷൻ, ആ ഒരു ഇമ്പൾസ് കാരണം നമ്മൾ അറിയാതെ അത് കഴിച്ചു പോകും. അതാണ് ആക്ഷൻ. അപ്പോൾ ആ ഒരു ഇമ്പൾസും ആക്ഷനും ആ ഒരു സമയദൈർഘ്യം, അതിൻ്റെ ഇടയിൽ ശരിക്കും നമ്മളൊരു പോസ് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ, എന്തെന്നാൽ ബിക്കോസ് വാട്ട് ഹാപ്പൻസ് ആക്ച്വലി ഈസ് നമ്മളുടെ ഈ ഇമ്പൾസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഇമോഷണൽ ബ്രെയിനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കൽ മൈൻഡ്. ആക്ച്വലി നമ്മുടെ ലോജിക്കൽ മൈൻഡ് എന്താ പറയുന്നത്, ലോജിക്കൽ ബ്രെയിൻ പറയുന്നത് ആക്ച്വലി നമ്മളത് കഴിക്കണ്ട. പക്ഷെ ആ ലോജിക്കൽ ബ്രെയിൻ അല്ലെങ്കിൽ ലോജിക്കൽ മൈൻഡിനുള്ള ഒരു സാവകാശം, ഒരു ടൈം ശരിക്കും നമ്മൾ കൊടുക്കുന്നില്ല. അതിനു മുന്നേ തന്നെ നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ഇസ് ഹൈജാക്കിങ് ആ ലോജിക്കൽ ബ്രെയിൻ അല്ലേ. ആദ്യമേ നമുക്ക് ആ ഒരു ഇമ്പൾസ് വരുമ്പോൾ നമ്മളത് കഴിക്കുന്നു. അപ്പം ഇതിനുള്ളൊരു ടിപ്പെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഒരു ഇമ്പൾസ് ആൻഡ് ആക്ഷൻ്റെ ഇടയ്ക്കുള്ള ഒരു സമയത്തിന് നമ്മളൊരു പോസ് കൊടുക്കുക. അപ്പം നമുക്കൊരു ടെംപ്റ്റേഷൻ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു മധുരം കഴിക്കണം, നമ്മളൊരു കേക്ക് കാണുകയാണ്. വെൻ വി സീ ദാറ്റ് കേക്ക്, നമ്മളുടെ ഉടനെ നമ്മുടെ മനസ്സിൽ അത് ഉടനെ ഇത് കഴിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് മുന്നേ നമ്മളൊരു പോസ്, ഒരു 5 സെക്കൻഡ് പോസ്. അപ്പോൾ നമ്മുടെ ആ ഒരു പോസ് നമ്മൾ കൊടുക്കുമ്പോൾ ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ ലോജിക്കൽ മൈൻഡ് പ്രവർത്തിക്കും. ഇറ്റ് ഈസ് കമ്മിങ് ടു ആക്ഷൻ. അപ്പോൾ നമുക്ക് തിങ്ക് ചെയ്യുന്നു, ഇത് നമുക്ക് കഴിക്കാൻ പാടില്ലാത്തതാണ്. സെക്കൻഡ്ലി വാട്ട് യു വിൽ ഹാവ് ടു ഡു ഇസ്, നമ്മളിപ്പോൾ ഒന്ന് പോസ് ചെയ്തു അല്ലേ, അത് കൂടാതെ നമ്മൾ സെക്കൻഡ്ലി വാട്ട് യു വിൽ ഹാവ് ടു ഡു ഇസ് യു വിൽ ഹാവ് ടു ഗിവ് ആൻ ഇൻസ്ട്രക്ഷൻ. അതായത് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ നമുക്ക് നേരത്തെ മനസ്സിന് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് നമ്മൾ കൊടുത്തിരിക്കണം. അതായത് ഇനി മുതൽ, ഞാൻ ഈ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് ഈ ഫുൾ വീഡിയോയും. അതായത് നമ്മളിപ്പോൾ ഒരു കേക്ക് കാണുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വീറ്റ് ഐറ്റംസ് കാണുമ്പോൾ, ഇനി മുതൽ ഞാൻ ഒരു സ്വീറ്റ് ഐറ്റം കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഐ വിൽ ബി ഡ്രിങ്കിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. അപ്പോൾ ഇനി മുതൽ ഞാനൊരു മധുരമുള്ള ഒരു സാധനം കാണുമ്പോൾ ഉടനെ എൻ്റെ മൈൻഡ്, ഞാനൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇനി മുതൽ മധുരമുള്ള എന്തെങ്കിലും ഒരു ഐറ്റം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉടനെ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ ഞാൻ കുടിക്കുന്നതാണ്. അപ്പം ഉടനെ നമ്മളൊരു മധുരമുള്ള ഐറ്റം കാണുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഉടനെ നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യും, ഞാനൊരു ഗ്ലാസ് ഓഫ് വാട്ടർ നമ്മൾ കുടിക്കണം എന്നുള്ളത്. ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു പോസ് അവിടെ കൊടുക്കുകയാണ്. അപ്പം നമ്മളൊരു ഗ്ലാസ് ഓഫ് വാട്ടർ കുടിച്ച് കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലോജിക്കൽ മൈൻഡ് തിരിച്ചു വരും, ഓക്കെ ഇത് നല്ലതല്ല, ഇതെൻ്റെ ഹെൽത്തിന് നല്ലതല്ല എന്നുള്ളത് നമുക്കൊരു ഓർമ്മ തരുന്നതായിരിക്കും അത്. മൂന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെൻ്റൽ സ്ക്രിപ്റ്റ് നമ്മൾ തന്നെ ഒന്ന് ഉണ്ടാക്കണം. അതായത് ഇപ്പം ഈ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ പറയുകയാണെങ്കിൽ ആക്ച്വലി വാട്ട് വി ക്യാൻ ഡു ഇസ് വി ക്യാൻ ടെൽ ദാറ്റ് ഇപ്പം ഇതുപോലെ ഞാൻ എന്തെങ്കിലും ഒരു കേക്ക് കാണുമ്പോൾ ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഗ്ലാസ് ഓഫ് വാട്ടർ കുടിക്കുന്നതായിരിക്കും. അത് കുടിക്കുന്നതോടെ ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ഞാൻ അതിൽ നിന്ന് എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. അത് എൻ്റെ ഹെൽത്തിന് വളരെയധികം യൂസ്ഫുൾ ആണ്. മാത്രമല്ല ഇത് എന്നെ വളരെ നല്ലൊരു ഹെൽത്തി പേഴ്സണായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ മനസ്സിനോട് നമ്മൾ ആക്ച്വലി വി ആർ ട്രൈങ് ടു ട്രെയിൻ അവർ മൈൻഡ്, ഇസ്ന്റ് ഇറ്റ്? അപ്പം നമ്മളിതിങ്ങനെ പറയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മൾ ഇനിയിപ്പോൾ ഒരു സ്വീറ്റ് കഴിക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തായിരുന്നാലും ഉടനെ നമ്മുടെ മൈൻഡിൽ ഇൻസ്ട്രക്ഷൻ വരുന്നുണ്ട്, നമ്മളൊന്ന് പോസ് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മൾ ഉടനെ നമുക്ക് മൈൻഡിൽ ഒരു ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞു, വിൽ ഹാവ് ടു ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ. നമ്മൾ വെള്ളം കുടിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഈ മെൻ്റൽ സ്ക്രിപ്റ്റ് നമ്മൾ മനസ്സിലോട്ട് ഓർമ്മ വരും. ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്, ദിസ് വിൽ ഹെൽപ്പ് മീ ടു ഗ്രോ ഹെൽത്തിയർ, ഞാനൊരു ഹെൽത്തി പേഴ്സണാലിറ്റി ആയിട്ട് വരുന്നതായിരിക്കും.
അപ്പോഴേക്ക് വാട്ട് ഹാപ്പൻസ് ഇസ് ഈ ഒരു പാറ്റേൺ ആക്ച്വലി നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ച 3 ടിപ്സ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു എക്സാമ്പിൾ, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വാട്ട് ഹാവ് സീനസ് ഈ പറയുന്ന പോലെ സ്വീറ്റ്സ് കഴിക്കാനുള്ള ടെംപ്റ്റേഷൻ എല്ലാവരിലും ഉള്ളതാണ്. ഇതുപോലെ ഏതൊരു തരത്തിലുള്ള ടെംപ്റ്റേഷൻ ആണെങ്കിലും നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ ഈ 3 ടിപ്സ് അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മളൊന്ന് ചേഞ്ച് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഏതൊരു കൈൻഡ് ഓഫ് ടെംപ്റ്റേഷൻ നമുക്ക് ആ മൈൻഡ് പവർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ബി ഏബിൾ ടു ഗെറ്റ് റിഡ് ഓഫ് ഏത് കൈൻഡ് ഓഫ് ടെംപ്റ്റേഷൻ ആണെങ്കിലും നമുക്കത് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ അതിന് മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ മൈൻഡിൽ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. മൈൻഡിന് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റിസീവ് ചെയ്യുന്നതും അൾട്ടിമേറ്റ്ലി അതായിരിക്കും നമ്മൾ ലൈഫിൽ ആക്ഷനായിട്ട് എടുക്കുന്നതും. അത് in future will definitely be helping you to achieve great success. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. ഓൾസോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്.